ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫ്യൂച്ചറിൽ വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിങ്ങുമാണ്. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. സോ നിങ്ങളുടെ എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ടും നല്ല രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഒരു ഭാഗ്യവും ഒരുപാട് ജീവിതത്തിൽ, അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലും നിങ്ങൾ ചെന്നതിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ലക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ട് ചേഞ്ചസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ വളരെ ഹൈ ആയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നടക്കും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി നടന്ന്, അതായത് നിങ്ങൾ രണ്ടുപേർക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം അത്രയ്ക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് എനർജീസ്, പോസിറ്റീവായിട്ട് എനർജീസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങളുടെ ഫിനാൻഷ്യലി സെറ്റപ്പ്, പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മനസ്സമാധാനം, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ്, അങ്ങനെ എല്ലാ തരത്തിലും. ഇപ്പോൾ പൈസപരമായിട്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഒരു സമാധാനം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഉണ്ടല്ലോ. അപ്പോൾ ഒരു മൈൻഡിനൊക്കെ വളരെ കാംനെസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റും എന്തും കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള റിലേഷനാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ആ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് ഒരുപാട് ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ആ ഒരു പേഴ്സൺ പഠിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് അതുപോലത്തേക്കൊരു ക്യാരക്ടർ ആയിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ട് വന്നതിന് ശേഷം ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തി എങ്ങനെയാണോ വേൾഡിനെ കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ കൂടെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ആ ഒരു റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് അത് ചെന്നിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ഇപ്പോൾ കാംനെസ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചിലപ്പോൾ ഫാമിലിയൊക്കെ തന്നെയാണെങ്കിലും ഇച്ചിരി ദേഷ്യം കുറേ ആൾക്കാർക്ക് കാണുമല്ലോ, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇച്ചിരി ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലൊക്കെ ഉള്ളൊരു ഫിഗർ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ കൊണ്ട് അയാളുടെ ഒരു ക്യാരക്ടർ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അയാളുടെ ഭയങ്കര കാര്യമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴും ഒരുപാട് സന്തോഷവും ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനൊക്കെ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി അയാൾ എത്ര എഫേർട്ട് വേണമെങ്കിലും ചെയ്യാനുള്ള കാര്യമുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നല്ലൊരു ഗ്രോത്തിന് വേണ്ടി അയാൾ മാക്സിമം അയാൾ ചെയ്യും. അതുപോലെ തന്നെ എന്തും, അതായത് നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ ഒരു പേഴ്സൺ ലൈഫിൽ എന്ത് വേണമെങ്കിലും അത്രയ്ക്ക് ഡെപ്തിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ജീവിതത്തിൽ എല്ലാം തന്നെ ഉള്ള ഒരാളാണ്. ചിലപ്പോൾ പൈസപരമായിട്ടും അതല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ കൊണ്ടും എന്തും, അതായത് നിങ്ങൾക്ക് വളരെയധികം സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒരു സേഫ്റ്റിനെസ്സും പ്രൊട്ടക്ഷനും എല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മെൻ്റലി ഒക്കെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന അത്രയ്ക്ക് നല്ലൊരു ഫിഗറാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിക്ക് എന്തും നല്ല രീതിയിൽ, അതായത് എന്ത് ഡിഫിക്കൽട്ട്
ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ അത് നല്ല വൃത്തിക്ക് ചെയ്യാനും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ചില ഈ ഒരു പേഴ്സണ് നിങ്ങൾ മാത്രമല്ല അയാൾ എല്ലാവർക്കും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ളൊരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് അയാളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് തന്നെ നൽകണം എന്ന് ആ ഒരു പേഴ്സണ് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടാണ് ആ ഒരു വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരുപാട് സക്സസ്ഫുൾ ഒരുപാട് ലക്ഷറിയസ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു സെയിം കാര്യം അത് നിങ്ങളിലേക്കും കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് എന്ത് കിട്ടിയാലും അത് അതുപോലെ തന്നെ നിങ്ങൾക്കും തരണം. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കാര്യങ്ങളും അത്രയും പവറായിട്ടും നല്ല ബ്യൂട്ടിഫുള്ളും ആയിട്ടും ചെയ്യണമെന്നൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരും ഒരു തെറ്റ് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അങ്ങനെ നിങ്ങളൊരു ക്യൂണിനെ പോലെ അല്ലെങ്കിൽ ഒരു കിങ്ങിനെ പോലെ കൊണ്ട് നടക്കണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു പേഴ്സൺ എന്ത് ബുദ്ധിമുട്ടും സഹിക്കും. നിങ്ങൾ അയാൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ എനർജീനെ അയാൾ വിശ്വസിക്കുന്നു. ആ ഒരു എനർജിയോടെ അയാൾ അത്രയ്ക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ അയാൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഇന്നസെൻ്റ് ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് അയാൾ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൽ ഉള്ള ഒരാളാണ്. മീൻസ് അയാളുടെ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമാണ് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതെപ്പോഴും അയാളുടെ മനസ്സിലുണ്ട്. അയാൾ എല്ലാ ദിവസവും നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് സ്വപ്നം കാണുന്നുണ്ട്. അതുപോലുള്ളൊരു അതായത് നിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു പേഴ്സണ് നല്ലതുപോലെ അറിയാം. അതിൽ അയാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം ഒരിക്കലും വിട്ടുകളയാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 24/7 ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവരും ആ ഒരു പേഴ്സൺ അതായത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു ഫീലിംഗ് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ എപ്പോൾ കണ്ടാലും നോക്കുകയോ എടുക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഒരു ചൈൽഡിഷ് ടൈപ്പ് ക്യാരക്ടറാണ്. അതായത് പിള്ളേരുടെ കയ്യിൽ ആദ്യം എന്തെങ്കിലും ഒരു ടോയ് കിട്ടുമ്പോൾ വളരെ ഹാപ്പിയാണല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും ഏത് സമയത്തും നിങ്ങളിപ്പോൾ കണ്ടാലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് സന്തോഷം അത്രയ്ക്ക് ഇഷ്ടം ഒക്കെ തന്നെയാണ് നിങ്ങളോട് എപ്പോഴും ഉള്ളത്. എന്നാൽ ചില സമയത്ത് നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളും ക്ലാരിറ്റി കുറവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുണ്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾ ഇട്ടിട്ട് പോകത്തില്ലെന്നറിയാം. എങ്കിലും ചിലപ്പോൾ ഇത് നടക്കുമോ നടക്കത്തില്ലയോ ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ അങ്ങനെയൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ആ ഒരു പേഴ്സൺ അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെയൊക്കെ ആവും ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിന്ന് ആ ഒരു പേഴ്സണും നിങ്ങൾക്കുമൊക്കെ എന്തൊക്കെ കിട്ടും അതായത് നല്ല രീതിയിൽ അപ്പോൾ എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകും എങ്ങനെ ഫ്യൂച്ചറിലാവാൻ എല്ലാത്തിനെ പറ്റി വല്ല വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ലതുപോലെയാണ്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ടോ അതോ ഉപേക്ഷിച്ചിട്ടോ പോവില്ല. എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ ഉള്ളത് ആ ഒരു റിലേഷനെ പറ്റി ഈ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ട് ഇതിനെപ്പറ്റി ഇതെങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാതിരിക്കാനോ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കാനോ ഒന്നും സാധിക്കത്തില്ല. ബിക്കോസ് അയാൾ അത്രയ്ക്ക് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ടും ജെന്യുവനായിട്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അതുപോലെ ഇതിൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രബിളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു പേഴ്സണ് വളരെ പോസിറ്റീവായിട്ടും എല്ലാ തരത്തിലും അയാളെ സപ്പോർട്ട് ചെയ്യുകയും എടുക്കും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളോട് വളരെ ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങളില്ലാത്തൊരു ലൈഫോ നിങ്ങളില്ലാതെ നിങ്ങളോട് സംസാരിക്കാതിരിക്കാനോ ഒന്നും ആ ഒരു പേഴ്സണ് കഴിയത്തില്ല. എപ്പോഴും നിങ്ങളുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണമെന്നും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണീരൊപ്പണം അങ്ങനെയുള്ളൊക്കെ അതായത് നിങ്ങളെ എപ്പോഴും കൂട്ടണം കൂടെ ഉണ്ടാവണം നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റില്ല അങ്ങനത്തെ അതായത് നിങ്ങളോട് ഡീപ്പായിട്ടൊരു കണക്ഷൻ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഉണ്ട്. ഈ ഒരു പേഴ്സൺ ജീവിതത്തിൽ ഒരുപാട്
ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫും അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമൊക്കെ ഈ ഒരു പേഴ്സണ് കിട്ടും. അതുപോലെ തന്നെ വളരെ ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സണ് ഒരുപാട് ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതവും പൈസപരമായിട്ടും ഒക്കെ, അതായത് നമ്മളൊരു ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടും, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിൽ കിട്ടും. അതൊക്കെ കൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ എനർജി, രണ്ടുപേരുടെ എനർജി അത്രയ്ക്ക് ഒരു നല്ലൊരു എനർജി ആയതുകൊണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത് വളരെ ജെന്യുവനായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എനർജിയുടെ ഒരു ഇതുള്ളത് കൊണ്ടും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ രണ്ടുപേരുടെയും പോകാൻ ഉള്ള ഒരു ഇതുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ റീഡിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്തും നിങ്ങൾക്ക് വളരെ നല്ല ഹാപ്പിനെസ്സും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ഹാപ്പിനെസ്സും ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിലും ഒക്കെയുള്ള ഒരു ജീവിതമായിട്ട് പോകാനുള്ള വളരെ ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ പോവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ നല്ല രീതിയിൽ രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആർക്കും തകർക്കാനോ ഒരു തരത്തിലും നെഗറ്റീവ് പറഞ്ഞ് ഇതിനെ അടർത്തി മാറ്റാനോ ഒന്നും പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു യൂണിവേഴ്സൽ എനർജി നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ നിൽക്കും, ലൈഫ് ലോങ് നിൽക്കുക തന്നെ ചെയ്യും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്സും കാര്യങ്ങളും എവിടെന്നെങ്കിലൊക്കെ പുറത്തുനിന്ന്, അതായത് നിങ്ങളുടെ ഇടയിൽ നല്ലാതെ വേറെ എവിടെന്നെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഈ ഒരു വ്യക്തി എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ റിലേഷൻഷിപ്പിനെ തകർക്കാനോ എടുക്കാനോ എന്തിനും, അതല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി നെഗറ്റീവ്സ് പറയാനോ എന്തെങ്കിലുമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി കള്ളത്തരങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ഒരു പേഴ്സൺ അതെല്ലാം തകർത്ത് നിങ്ങളെ നേടാൻ വേണ്ടി എന്തിനും അയാൾ തയ്യാറാണ്. അപ്പോൾ എന്തൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ അതൊക്കെ അയാൾ ഫൈറ്റ് ചെയ്ത് നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ മാറ്റും. അതായത് അയാൾക്ക് നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല. അയാൾക്ക് വളരെ അത്രയും ഡെപ്തിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എന്തും നിങ്ങളെ കിട്ടാൻ വേണ്ടി അയാളുടെ ജീവിതത്തിൽ എന്തും ചെയ്യും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, എന്തും, അതായത് അത്ര എന്തിനു വേണ്ടിയും അയാൾ ഫൈറ്റ് ചെയ്യും. കാരണം വെച്ചാൽ അയാൾക്ക് നിങ്ങളെ വേണം. അപ്പോൾ എന്തൊക്കെ വന്നാൽ നിങ്ങളുടെ പാത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാത്തിൽ എന്തൊക്കെ ബ്ലോക്കേജസ് വന്നാലും അയാൾ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ മാക്സിമം ശ്രമിക്കും. ഇവിടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ജെന്യുവനായിട്ടും വളരെ സിൻസിയറായിട്ടും ഒക്കെ സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ, അതായത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം ഒരു പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയ പേടിയുണ്ട്, ഇതെന്തെങ്കിലും ഫ്ലോപ്പ് ആവുമോ, എന്തെങ്കിലും നെഗറ്റീവ്സ് വരുമോ, ഇനി ഇട്ടിട്ട് പോകുമോ, അതായത് നിങ്ങളുടെ സംശയങ്ങളാണ്. മനസ്സിലായി? ഇപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്കറിയാം അത് കള്ളത്തരാണെങ്കിലും നിങ്ങൾ അതിനെ വിശ്വസിക്കുകയല്ല, നിങ്ങൾക്ക് അതൊരു ചെറിയൊരു കരടായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിട്ടും. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇനി അങ്ങനെ നിങ്ങളുടെ ഫുൾ നെഗറ്റീവ് ഡൗട്ട്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ജെനുവൻലി 100% ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങളുടെ സംശയവും നിങ്ങളുടെ ഇതും നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിന് ഈ റിലേഷൻഷിപ്പിൽ ചെറിയൊരു തരത്തിലൊരു നെഗറ്റീവ് ഉള്ളത്. അല്ലാതെ അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് ലോങ് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടൊരു ജീവിതം തന്നെ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.